നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. എനിക്കൊരു സ്വപ്നമുണ്ട്. ബ്രസീലിൻ്റെ കൂടെയോ പോർച്ചുഗലിൻ്റെ കൂടെയോ ലോക ചാമ്പ്യനാവണം. ഈ രണ്ടാലൊരു ടീമിനെ ലോകകപ്പിൽ പരിശീലിപ്പിച്ച് ചാമ്പ്യന്മാരാക്കണം. അതെൻ്റെ സ്വപ്നമാണ് എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? അൽ ഹിലാലിൻ്റെ കോച്ച് ഹോർഗെ ഹീസസ് ആണ്. അദ്ദേഹം പറയുന്നു, എനിക്കൊരു ഡ്രീമുണ്ട് ഓഫ് ബീയിങ് എ വേൾഡ് ചാമ്പ്യൻ വിത്ത് ബ്രസീൽ ഓർ പോർച്ചുഗൽ. എൻ്റെ സ്വപ്നം അതാണ്. സോ അത് എത്രത്തോളം നടക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. നേരത്തെയും അദ്ദേഹം ബ്രസീൽ ടീമിൻ്റെ കോച്ചാവണം, അത് തൻ്റെ ഒരു സ്വപ്നമാണ് എന്ന് പറഞ്ഞിട്ടുള്ളയാളാണ്. അദ്ദേഹം അന്ന് എബോലയോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അതായത് പോർച്ചുഗീസ് മാധ്യമം എബോല റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ വാക്കുകളിലേക്ക് കൂടി നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും എനിക്ക് ഒരു സ്വപ്നമുണ്ട് ബ്രസീൽ ടീമിൻ്റെ കോച്ചാവുക എന്നുള്ളത്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാവും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എൻ്റെ സ്വപ്നമാണത്. സേർട്ടൻലി എനിക്ക് ആ ഒരു അംബീഷനുണ്ട്. ഞാനത് എവിടെയും തുറന്നു പറയും, ഞാനത് ഡിനൈ ചെയ്യുന്നില്ല. പക്ഷേ അത് ഡിഫിക്കൽട്ടാണെന്ന് എനിക്കറിയാം. ബ്രസീലിൽ അവരൊരു ഫോറിൻ കോച്ചിനെ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് വെക്കുക എന്നുള്ളത് സാധാരണ സംഭവിക്കാറില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഇനിയൊരു ചേഞ്ച് വന്നാൽ, നടക്കാൻ സാധ്യതയില്ല, ചേഞ്ച് വന്നാൽ ആദ്യം പരിഗണിക്കപ്പെടേണ്ട ഒരാൾ ഞാൻ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് ഹോർഗെ ഹീസസ് പറയുന്നത്. ഇതിപ്പം ഹോർഗെ ഹീസസ് നേരത്തെ ബ്രസീലിലൊരു ക്ലബിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടല്ലോ, നമുക്കറിയാം. അത് ഫ്ലെമിംഗോയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. വലിയ നേട്ടങ്ങളിലേക്ക് ഫ്ലെമിംഗോയെ കൊണ്ടുപോയിട്ടുണ്ട്. കോപ്പ ലിബർട്ടഡോറസിലേക്ക് കൊണ്ടുപോയി, ആ ഒരു കിരീടത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ മറക്കുന്നില്ല. ഫ്ലെമിംഗോയെ നിരവധി കിരീടങ്ങളിലേക്ക് 2019 കൊമ്പനേറ്റോ ബ്രസീലിയറോ സീരിയെ, പിന്നെ കോപ്പ ലിബർട്ടഡോറസ്, സൂപ്പർ കോപ്പ ഡു ബ്രസീൽ, റീകോപ്പ സുഡാമരിക്കാന, കൊമ്പനാറ്റോ കരിയോക്ക, ഇതൊക്കെ അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ അദ്ദേഹം എത്തിയ സമയത്ത്, ബ്രസീലിലെത്തിയ സമയത്ത് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഫ്ലെമിംഗോയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്ര പ്രായമുള്ളൊരു കോച്ചിനെയാണോ വെക്കുന്നത്, അദ്ദേഹത്തെ വേണ്ട എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. അന്ന് ഓർഗൈസസ് അതിനെതിരെ പ്രതികരിച്ചിരുന്നു. ഏത് രാജ്യമെന്ന് നിങ്ങൾ നോക്കേണ്ടതില്ല, കളി നിങ്ങൾ നോക്കിയാൽ മതി, ബ്രസീലുകാർ എന്താണ് ഇങ്ങനെ എന്ന തരത്തിൽ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. 70 വയസ്സുണ്ട് ഇപ്പോൾ ഹോർഗെ ഹീസസിന്. നിലവിലെ സാഹചര്യത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഇപ്പോൾ അദ്ദേഹം ബ്രസീലിൻ്റെ കോച്ചാകുമെന്നോ പോർച്ചുഗലിൻ്റെ കോച്ചാകുമെന്നോ കരുതാൻ കഴിയില്ല. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.